നമസ്കാരം. തേർഡ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പുതിയ ഗവർണർ നാളെ എത്തും. നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ വൈകുന്നേരം തിരുവനന്തപുരത്തെത്തും. ഹൈദരാബാദ് തിരുവനന്തപുരം വിമാനത്തിലാണ് അദ്ദേഹം എത്തുന്നത്. വിമാനത്താവളത്തിൽ സർക്കാർ രാജ്ഭവൻ പ്രതിനിധികൾ സ്വീകരിക്കും. തുടർന്ന് രാജ്ഭവനിലേക്ക് പോകും. ജനുവരി 2 രാവിലെ രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഭക്ഷണപ്രിയരെ നിരാശയിലാക്കി ചിപ്പി ലഭ്യത കുറയുന്നു. ചിപ്പി കോളനികൾ മൺമറഞ്ഞതോടെ കടൽ ചിപ്പി ലഭ്യത കുറയുന്നു. വിത്ത് ചിപ്പിയുടെ അമിത ഉപയോഗമാണ് ചിപ്പി ലഭ്യതയുടെ കുറവിന് കാരണമെന്ന് ചിപ്പി തൊഴിലാളികൾ പറയുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സുലഭമായി ലഭിച്ചിരുന്ന വലിയ ചിപ്പികൾ കഴിഞ്ഞ 2 വർഷമായി ലഭിക്കാറില്ല. ഇത്തവണ ചിപ്പി എടുക്കാൻ വിഴിഞ്ഞം പ്രദേശത്തെ കടലിൽ ഇറങ്ങിയവർക്ക് ലഭിച്ചത് വളരെ കുറച്ച് ചിപ്പികളാണ്. ഇതുകൂടാതെ ലഭിച്ച ചിപ്പിക്കാവട്ടെ വൻ വിലയും. 100 ചിപ്പി 2000-ഓളം രൂപയ്ക്കാണ് നിലവിൽ വിറ്റുപോകുന്നത്. കൊടിസുനി അടക്കമുള്ള പ്രതികൾക്ക് പരോൾ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളിയായ കൊടിസുനി എന്ന സുജിത്തിന് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ 1 മാസത്തെ പരോൾ അനുവദിച്ചു. സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ അപേക്ഷ ജയിൽ DGPക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരോൾ. ശ്രീധര പീഡനത്തെ തുടർന്ന് കൊല്ലം സ്വദേശി വിസ്മയ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവും മുൻ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനുമായ S കിരൺകുമാറിനും പരോൾ അനുവദിച്ചു. ആദ്യം നൽകിയ അപേക്ഷയിൽ പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ട് കിരണിന് എതിരായിരുന്നു. എന്നാൽ രണ്ടാമത് നൽകിയ അപേക്ഷയിൽ പ്രൊബേഷൻ റിപ്പോർട്ട് അനുകൂലമായും പോലീസ് റിപ്പോർട്ട് പ്രതികൂലമാവുകയും ചെയ്തു. തുടർന്നായിരുന്നു പരോൾ അനുവദിച്ചത്. പുതുവർഷ രാവിനെ വരവേൽക്കാനൊരുങ്ങി തലസ്ഥാനം. DG ലൈറ്റും മറ്റ് സംഗീത താളമേള പരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റിയേക്കും. ഹോട്ടലുകളും മാളുകളും പൊതു ഇടങ്ങളും 2025 സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കോവളം, ശംഖുമുഖം, വർക്കല തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആഘോഷങ്ങൾ പൊടിപൊടിക്കും. തലസ്ഥാനത്ത് 50-ലധികം ഹോട്ടലുകളിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ 12 മണി വരെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 1 മുതൽ സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി ശക്തമാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ജനുവരി 1 മുതൽ സംസ്ഥാനത്ത് ഒട്ടാകെ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം സംഘടിപ്പിക്കും. നിയമലംഘകർക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടികൾ ശക്തമാക്കുകയും പ്രധാന കേന്ദ്രങ്ങളിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകളും മാലിന്യ ശേഖരണത്തിന് ബിന്നുകളും സ്ഥാപിക്കുകയും ചെയ്യും. മരണക്കെണിയായി മൂടിയില്ലാത്ത ഓടകൾ. തലസ്ഥാനത്തെ മൂടിയില്ലാത്ത ഓടകളിൽ വീണുള്ള മരണങ്ങൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം തച്ചോട്ടുകാവ് സ്വദേശി S വിദ്യാധരൻ ഓടയിൽ വീണ് മരണം സംഭവിച്ചിരുന്നു. തച്ചോട്ടുകാവ് മലയൻകീഴ് റോഡിൽ തച്ചോട്ടുകാവിന് സമീപം മൂഴിനടയിലെ ഓടയിൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് വിദ്യാധരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം കാട്ടാക്കട റോഡിൽ പ്രധാന ജംഗ്ഷനിലെ ഓടകൾക്ക് പോലും സ്ലാബ് ഇട്ടിട്ടില്ല. ഇതിനെ തുടർന്ന് അപകടങ്ങൾ പതിവാണ്. ഇവിടുത്തെ അവസ്ഥ മാത്രമല്ല ഇങ്ങനെ. തലസ്ഥാനത്തെ പ്രധാന ജംഗ്ഷനുകളിലെ ഒട്ടുമിക്ക റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഈ പ്രശ്നങ്ങൾക്ക് വാർഡ് തലത്തിൽ കൗൺസിലർമാരുടെ ശ്രദ്ധയെത്തി പരിഹരിക്കപ്പെടുന്നതിനു വേണ്ടി തേർഡ് വിഷൻ ആഗ്രഹിക്കുന്നു. എന്നാലെങ്കിലും ജനങ്ങൾ സുരക്ഷിതരായി സഞ്ചരിക്കട്ടെ. ന്യൂ ഇയർ ആശംസകളിലും ജാഗ്രത പുലർത്തണം. മുന്നറിയിപ്പുമായി കേരള പോലീസ്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ സൈബർ തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് പുതുവത്സരാശംസകൾ അയക്കാൻ കഴിയും. അതിൽ ഒരു പുതിയ APK ഫയൽ മാൽവെയറിലേക്കുള്ള ലിങ്ക് അടങ്ങിയിരിക്കാം. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതുവത്സരാശംസകൾ അയക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാർഡ് ലഭിക്കാൻ ഇതോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നതായിരിക്കും അറിയിപ്പ്. അത്തരത്തിലുള്ള ലിങ്ക് ആരെങ്കിലും അയച്ചാൽ അത് ക്ലിക്ക് ചെയ്യരുതെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്വകാര്യ ഡേറ്റകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടേക്കാം. പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിളവെടുപ്പ് നടന്നു. തക്കാളി, പച്ചമുളക്, വഴുതന എന്നിവയ്ക്ക് പുറമെ ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവറും വിളവെടുത്തു. പൂർണ്ണമായും ജൈവ പച്ചക്കറികളാണ് ഇവ. കൃഷി വകുപ്പും ജയിൽ വകുപ്പും സംയുക്തമായാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. വിളവെടുത്ത പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ജയിൽ വകുപ്പിന്റെ പച്ചക്കറി ഔട്ട്ലെറ്റിൽ നിന്ന് പൊതുജനങ്ങൾക്ക് വാങ്ങാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്പേഡെക്സ് വിജയകരമായി വിക്ഷേപിച്ച് ഇന്ത്യ. ബഹിരാകാശത്ത് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ ലക്ഷ്യമാക്കിയുള്ള ഇന്ത്യയുടെ സ്വപ്ന ദൗത്യമായ സ്പേഡെക്സ് വിക്ഷേപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചത്. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ വഹിച്ച്
PSLV C-60 റോക്കറ്റാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും കുതിച്ചുയർന്നത്. സംഗീത സംവിധായകൻ ജെറി അമൽദേവിന് പുരസ്കാരം. ബഹ്റൈൻ കേരളീയ സമാജം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സംഗീതരത്ന പുരസ്കാരം മലയാളത്തിലെ പ്രമുഖ സംഗീത സംവിധായകൻ ജെറി അമൽദേവിന് ലഭിച്ചു. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തോടെ മലയാള ചലച്ചിത്ര സംഗീത രംഗത്തേക്ക് കടന്നുവന്ന ജെറി അമൽദേവ് 200-ൽ പരം സിനിമാ ഗാനങ്ങൾക്കും 100-ൽ പരം ആൽബം ഗാനങ്ങൾക്കും സംഗീതം നൽകിയിട്ടുണ്ട്. മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2 തവണയും മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 1 തവണയും കരസ്ഥമാക്കി. ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 26-ന് ബഹ്റൈനിൽ BKS ഡയമണ്ട് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് K. ജേക്കബ് സംഗീതരത്ന പുരസ്കാരവും BKS ജനറൽ വർഗീസ് കാരയ്ക്കൽ പ്രശസ്തി പത്രവും നൽകി ജെറി അമൽദേവിനെ ആദരിച്ചു. പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടർ പൂട്ടി. പേട്ട റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പ്രീപെയ്ഡ് കൗണ്ടർ പൂട്ടിയത് മുതലെടുത്ത് ഓട്ടോ ഡ്രൈവർമാർ ഹ്രസ്വദൂര യാത്രകൾക്ക് വിസമ്മതിക്കുന്നതായും അമിത നിരക്ക് ഈടാക്കുന്നതായും പരാതി. കൂടാതെ ദീർഘദൂര യാത്രകൾ നടത്തുന്ന യാത്രക്കാരെ തിരഞ്ഞെടുക്കാനാണ് ഡ്രൈവർമാർക്ക് താൽപര്യമെന്നും മീറ്റർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമിതമായി നിരക്കുകൾ ഈടാക്കുന്നുവെന്നും പരാതിയുണ്ട്. ബിൽ കുടിശ്ശികയെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണ് പ്രീപെയ്ഡ് കൗണ്ടർ പൂട്ടാനുള്ള കാരണം. ഇതുകൂടാതെ കൗണ്ടറിൽ 24 മണിക്കൂർ ജോലി ചെയ്യുന്നവർക്ക് 1000 രൂപയാണ് പ്രതിഫലം. യാത്രക്കാരിൽ നിന്നും വാങ്ങുന്ന സർവീസ് ചാർജിലാണ് ഇവർക്ക് പ്രതിഫലം നൽകുന്നത്. പേട്ടയിൽ നിന്നും ഇതിനാവശ്യമായ വരുമാനം ലഭിക്കുന്നില്ല എന്നതും മറ്റൊരു കാരണമാണ്. ഒറ്റക്കൊമ്പനായി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി സുരേഷ് ഗോപി. ഒറ്റക്കൊമ്പൻ സിനിമയുടെ ചിത്രീകരണം പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിൽ ആരംഭിച്ചു. സിനിമ അഭിനയത്തിന് കേന്ദ്രം അനുമതി നൽകിയതോടെയാണ് ഏറെ നാളായി ചർച്ചയായിരുന്ന ഒറ്റക്കൊമ്പൻ ചിത്രീകരണം ആരംഭിച്ചത്. ചിത്രീകരണത്തിനൊപ്പം കേന്ദ്രമന്ത്രിയുടെ ഓഫീസും സെറ്റിൽ പ്രവർത്തിക്കും. അഭിനയത്തിന്റെ ഇടവേളകളിൽ കേന്ദ്രമന്ത്രിയുടെ ചുമതലയിലേക്ക് സുരേഷ് ഗോപി മടങ്ങും. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജയും ചിത്രീകരണവും ജയിൽ വളപ്പിലെ ഗണപതി ക്ഷേത്രത്തിൽ നടന്നു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. മഞ്ഞുകാലത്ത് ഡയറ്റിൽ നിന്നും ഒഴിവാക്കേണ്ട പഴങ്ങൾ. എല്ലാ പഴങ്ങളും എല്ലാ സീസണിലും അനുയോജ്യമല്ല. ശൈത്യകാലത്ത് ചില പഴങ്ങൾ കഴിക്കുന്നത് അവയുടെ തണുപ്പിക്കൽ ഗുണങ്ങൾ കാരണം നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ശൈത്യകാലത്ത് ഡയറ്റിൽ നിന്നും ഒഴിവാക്കേണ്ട ചില പഴങ്ങളെ പരിചയപ്പെടാം. തണ്ണിമത്തൻ, വാഴപ്പഴം, ഓറഞ്ച്, നാരങ്ങ, മുന്തിരി, പൈനാപ്പിൾ, പപ്പായ, പേരയ്ക്ക എന്നിവയാണവ. ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക. തേർഡ് എ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും തേർഡ് എ വിഷന്റെ പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം.